ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഞാനൊന്നൊരു സിമ്പിളായിട്ട് ക്രോഷ്യ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്രോഷ്യ പഠിച്ചത് 5th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് കേട്ടോ. നമുക്ക് ഒരു ക്രാഫ്റ്റ് പീരീഡ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ക്രോഷ്യ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഒക്കെ നമുക്ക് വായിൽ കൊളുത്തി പിടിച്ചതാട്ടോ. ചെയിൻ സ്റ്റിച്ചൊക്കെ നമുക്ക് അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അപ്പം അന്ന് ചെയ്ത് ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ലത്. ഇപ്പോൾ ഇത് ഒരു ട്രെൻഡിങ് ആയ ടൈമിൽ വീണ്ടും ഒരു ആഗ്രഹമൊക്കെ വന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. പിൻട്രസ്റ്റ് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റിൽ ചെയ്യാൻ മേടിച്ച് കുറച്ച് യാൺസ് ഉണ്ടായിരുന്നു. 8 പ്ലേ ഒക്കെയാണ് കേട്ടോ. അത് കോട്ടൺ യാണല്ല, ക്ലറിക്കിൻ്റെയാണ്. അപ്പം അതുപോലെ ഈ ഒരു യാൺ വെച്ചിട്ടാണ് ഞാൻ തുടക്കത്തിൽ കുറച്ച് പ്രോജക്റ്റൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ കോട്ടൺ യാണൊക്കെ യൂസ് ചെയ്ത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ചെയ്യാനുള്ള സുഖം കിട്ടിയ പിന്നെ നമ്മൾ ഈ ഒരു ത്രെഡൊന്നും മേടിക്കില്ല. അപ്പോൾ എന്തായാലും ബാക്കി വന്ന സാധനങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ. ഇപ്പം ഞാൻ ഈ ഒരു മൈക്കയുടെ സെറ്റ് ബാഗിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പൗച്ച് ഉണ്ടാക്കും കേട്ടോ. സിമ്പിളായിട്ട് സിംഗിൾ സ്റ്റിച്ച് ചെയിനും വെച്ചിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കുറച്ച് ചെയിൻ ഇടുക. അത് എത്ര ആണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ഞാനിവിടെ ഒരു 15 ചെയിൻ ഇട്ടിട്ടാണ് കേട്ടോ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തായാലും ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രോഷ്യ ത്രെഡൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയതൊക്കെ ചെറുതായിട്ട് സെയിലാക്കുന്നുണ്ട്. ഞാൻ ഡോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോഷ്യയുടെ ഹെയർ ആക്സസറീസും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ചെറിയ രീതിയിൽ നമുക്കിത് ചെറിയ ബിസിനസ്സായിട്ടും കൊണ്ടുപോകാം. ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ബേർഡനായി തോന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു മടിയൊക്കെ വരും. അപ്പം നമുക്കത് മാറ്റി വെച്ചിട്ട് വേറൊരു പ്രോജക്റ്റ് തുടങ്ങി അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഈ പകുതി നിർത്തി വെച്ചതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇട്ട് ചെയിന് എത്ര അളവ് വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് നോക്കി. ഇനി എല്ലാതും ഉണ്ടാക്കി വന്നിട്ട് കൊണ്ടില്ലെങ്കിലോ, അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് അളവൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് ചെയ്യാം. ഇനിയും കുറച്ചും കൂടെ ഞാൻ പഠിക്കാനുണ്ട്. സ്റ്റിച്ച് ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, അതിൻ്റെ പാറ്റേൺ ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അതൊക്കെ പഠിക്കണം. അപ്പം നമുക്ക് പാറ്റേണൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പുതിയ പുതിയ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് പുതിയ പ്രോജക്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ചെറിയൊരു ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ക്രോഷ്യയുടെ ക്ലാസ്സും അല്ലാണ്ടും ഇതുപോലെ ഫീ കൊടുത്ത് പഠിപ്പിക്കുന്ന ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് ടൈമില്ലാത്ത കാരണം നമ്മൾ ഫ്രീ ടൈമിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ടൈമനുസരിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആണ് കേട്ടോ ഓരോ പ്രോജക്റ്റും ട്രൈ ചെയ്ത് നോക്കുന്നത്. ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കൂട്ടോ. ഇത് ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ അത്ര സോഫ്റ്റ് അല്ല. ഇതിൻ്റെ ആ ഒരു വുള്ളൻ ത്രെഡൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ലൈറ്റർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. യാൺ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതും കറക്റ്റായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല. എന്തായാലും അതിനെ കുറിച്ചും കുറേ പഠിക്കാനുണ്ട്. ഏത് യാൺ വെച്ചിട്ടാണ് ഇന്ന പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ ഇതൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് യാൺസ് പർച്ചേസ് ചെയ്യുന്നത്. ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കര ക്രൈസ് ആയിരിക്കും. അതെനിക്ക് എന്തായാലും മനസ്സിലായി. കാരണം തുടക്കത്തിൽ ഞാൻ വലിയ കാര്യമാക്കില്ല. പക്ഷെ നമ്മൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കും. പിന്നെ ഈ ആൺസൊക്കെ കണ്ടാൽ നമ്മൾ ഒരുപാട് വെറൈറ്റി കളേഴ്സ് മേടിക്കും. പിന്നെ പുതിയ പുതിയ പ്രോജക്റ്റൊക്കെ ട്രൈ ചെയ്താൽ പിന്നെ ഇതിന് അഡിക്ഷൻ ആവും. അത് ഉറപ്പാണ് കേട്ടോ. ഇതൊരു ഹോബീസായിട്ട് കൊണ്ടുപോകുന്നവർക്ക് അറിയാം ഇതിൻ്റെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ. ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തിട്ടായാലും എല്ലാവരും ഓരോ പുതിയത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത്.
ഈ ഒരു പ്രോജക്റ്റിൽ ഞാനിത് സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ടേൺ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഭയങ്കര ടഫ് ഉള്ള സ്റ്റെപ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് ഞാനിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. ഓരോ റോയും കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ചെയിൻ ഇട്ടിട്ട് ടേൺ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു എക്സ്ട്രാ ചെയിൻ ഇട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് വന്നോളും. ഇത്രയും ചെയിൻ സ്റ്റിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈറ്റായി. ഇനി നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ എത്ര ലെയർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ പ്രോജക്റ്റ് ഇത്രയും ലെങ്ത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ബട്ടൺ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ബട്ടണിന് കൊളത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളത്തും കൂടെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലെയറും കൂടെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ തന്നെയാണ് അത് ബട്ടണിന് കൊളത്താനുള്ള ആ ഒരു കൊളത്തും കൂടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് റോ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അപ്പുറത്ത് സൈഡും കറക്റ്റ് ലെവലാക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് 4 എണ്ണം കഴിഞ്ഞാൽ അറ്റത്തെ സൈഡിൽ നിന്ന് 4 അപ്പം അതിൻ്റെ ഗ്യാപ്പിലാണ് ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ഒരു ബട്ടൺ വെക്കാനുള്ള എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് ആ ഒരു ഗ്യാപ്പിൽ ചെയിൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റിലേക്കുള്ള അത്രയും ഗ്യാപ്പ് സ്പേസ് വിട്ടിട്ട് വേണം പിറ്റത്തെ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ചെയിൻ ഇട്ട് കൊടുക്കാൻ. ചെയിൻ കൂടുന്തോറും വലിയ ഹോളായിരിക്കും. ചെയിൻ കുറഞ്ഞാൽ ആ ഒരു ബട്ടൺ കയറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബട്ടൻ്റെ അളവ് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു ആ കണക്ക് വെച്ചിട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി ലെയറൊക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കണം. അവിടെയും സിമ്പിളായിട്ട് സിംഗിൾ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡും സിംഗിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ആക്കുക, പിന്നെ ഒരു ബട്ടൺ വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് ആ ഒരു പൗച്ച് തയ്യാറാക്കി എടുക്കാം കേട്ടോ. സൈഡിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റൊക്കെ ഫീൽ ചെയ്യും. കറക്റ്റായിട്ട് ഹോൾസിൽ കൂടെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. രണ്ട് സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിക്കാം. പിന്നെ ഈ ഒരു ബാലൻസ് വരുന്ന ത്രെഡൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി നീറ്റാവാൻ വേണ്ടി പൊന്തി നിൽക്കുന്ന ആ ഒരു ത്രെഡൊക്കെ ലേറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടി കൊടുത്താൽ തന്നെ അത് ഒരുക്കി കറക്റ്റായി നീറ്റായി കിട്ടിക്കോളും. ഒരുപാട് ചൂട് തട്ടി അത് കരിഞ്ഞു പോകും.
അങ്ങനെ നമ്മളുടെ പോച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് സൈസൊക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കുക. ഇനി ഞാൻ ഒരു ബട്ടൺ വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് നമുക്ക് അതിലിട്ടിട്ട് ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് ടൈം കാണിക്കും, ടൈം എടുക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ പ്രോജക്റ്റിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായം, കണ്ടിട്ട് അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.